കൗണ്ടിങ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എൻ്റെ ബാക്കിൽ കിടന്ന വണ്ടി പോയിക്കോട്ടാ. വില്ലീസ്, ഒറിജിനൽ വില്ലീസ് 1966 മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ടെസ്റ്റൊക്കെ ചെയ്ത് പേപ്പറൊക്കെ വാലിഡ് പേപ്പറാണ്. ആ ഒരു വണ്ടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലീസ് നമ്മൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ സെയിം സെറ്റപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ആകെ ഒരു ചേഞ്ച് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും വേണമെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കണം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യസ് എക്സിയസ് എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ പാച്ചോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു വില്ലീസ്, ഒറിജിനൽ വില്ലീസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഇപ്പം നിലവിലിരിക്കുന്നത്. അതിൻ്റെ ടയർ മാത്രം ഒന്ന് മാറ്റി വെച്ചായി. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലിരിക്കുന്ന വണ്ടി. ഒരു മോഡിഫിക്കേഷൻ, ഒരു സാധനം ചെയ്യാത്ത വണ്ടി. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു പഴമയുടെ ആ ഒരു സംഭവം കിട്ടും. പക്ഷേ വണ്ടി ഓടിക്കാൻ യാതൊരു രീതിയിലൊരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റാവുന്ന നല്ല കലക്കം വണ്ടിയാണ് ഈ ഒരു വില്ലീസ്. അപ്പോൾ ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ക്വാളിറ്റിയാണ് അറിയേണ്ടത്. വണ്ടി എന്താണ് ക്വാളിറ്റി, എന്താണ് സംഭവം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു വീഡിയോയിൽ കൂടി. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഇപ്പോൾ ഇത്രയും പഴയ മോഡലായാലും പുതിയ ടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ പേപ്പർ വർക്ക് എല്ലാം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടായാലും സൈഡായാലും ആ ഒരു വില്ലീസിൻ്റെ ആ ഒരു ഗമ, ആ ജാട നമുക്ക് ഈ വണ്ടിയിൽ എവിടെയും കിട്ടും. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ കണ്ടോ, ഇതാണ് വണ്ടിയുടെ ടോപ്പ് വ്യൂ വന്നേക്കണം. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കോട് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ബാക്കിയുള്ള ക്ലോസ് ലുക്കാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആർസിലേക്ക് നോക്കാം, വീൽ ആർസിലേക്ക് പോയേക്കാം. ഇവിടെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഹുഡിൻ്റെ ആ ഒരു ലോക്കും കാര്യങ്ങളും ശ്രദ്ധിക്കാം. ടയേഴ്സ് ഓഫ് റോഡ് ടയേഴ്സാണ് ഇട്ടേക്കണം. നല്ല കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോണറ്റൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളും കിട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ ആ ഒരു സപ്പോർട്ട് കണ്ടോ, അത് വുഡനാണ് വന്നേക്കണേ. അതാണ് ആ വണ്ടിയുടെ ഹൈലൈറ്റ് കണ്ടോ, വുഡൻ സപ്പോർട്ടാണ് വന്നേക്കണത്. ചെറിയ രീതിയിലൊക്കെ വുഡ് പോയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ലാമ്പ് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് ലാമ്പൊക്കെ നല്ല പവർഫുൾ ലാമ്പാണ് കേട്ടോ, നല്ല പവറായിരുന്ന. ബമ്പേഴ്സ് ശ്രദ്ധിക്കാം കേട്ടോ, KLT 8062 അതാണ് നമ്പർ വന്നേക്കണേ. പിന്നെ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. പാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഗ്രിപ്പ് ആ ഒരു ഗ്രിപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ സൈഡിലേക്ക് വരാം. ആ ഒരു സൈഡ് മിറേഴ്സൊക്കെ ശ്രദ്ധിക്കുക. പഴയ ആ പഴമ ഓർമ്മ നിർത്തുന്ന രീതിയിലുള്ള മിറേഴ്സ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഷീറ്റ് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. പാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. 4x4 ബാഡ്ജിങ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ശ്രദ്ധിക്കുക കേട്ടോ, സൈഡിലെ ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ബാക്കിലെ ഇൻഡിക്കേറ്റേഴ്സും. പിന്നെ പുത്തൻ ടയേഴ്സാണ് നമുക്കിവിടെ സ്പെയർ വീലായിട്ട് വന്നേക്കണേ. ഇനി നമ്മളെന്തായാലും റിയർ ഭാഗത്തേക്ക് വന്നു. ഇവിടെ ലോവറിലായാലും പാച്ചോ കാര്യങ്ങളും കാണുന്നില്ല. ഇവിടുത്തെ ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോറൊക്കെ നല്ല സ്ട്രോങ് ഡോർസ് തന്നെയാണ് വന്നേക്കണേ. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇവിടെ ഷീറ്റ് ഒന്ന് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത് റിയറിലെ സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി ഡോറിന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് പോയേക്കാം. ഇവിടെയാണ് നമുക്ക് ഫ്യൂൽ ലിഡ് വന്നേക്കണേ. ടയേഴ്സ് ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ ഇരിക്കണേ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൈഡ് മിറേഴ്സ് ശ്രദ്ധിക്കാം. ഇനി സ്റ്റിയറിംഗ് ശ്രദ്ധിക്കാം. ഇത്രയും വലിയ സ്റ്റിയറിംഗാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്കിവിടെ ബാക്കിയുള്ള മീറ്റേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റും. പവർ ഓൺ ബട്ടണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ റൂഫൊക്കെ നല്ല ക്വാളിറ്റി റൂഫ് തന്നെയാണ് വന്നേക്കണേ. ബാക്കിൽ കുറച്ച് ക്യാനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ബാക്കിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. കിലോമീറ്റേഴ്സ് എന്തായാലും 1 ലാഖിന് മുകളിൽ ഓടിയിട്ടുണ്ടാവും. കാരണം നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ വണ്ടി നല്ല പക്കാ നീറ്റ് വണ്ടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ മെയിൻ ഭാഗമായിട്ടുള്ള ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗം ഒന്ന് കാണിച്ചു തരാം. കാരണം ഒരുപാട് ആൾക്കാർക്ക് എൻജിൻ ഭാഗം കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ എൻജിൻ ഭാഗം ഇതാണ് നമ്മുടെ വില്ലീസിൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് എൻജിൻ വന്നേക്കുന്നത്. യാതൊരു രീതിയിലുള്ളൊരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടി വാങ്ങിക്കുന്നത് എങ്ങനെയാണോ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതാ
പിന്നെ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊന്നും യാതൊരു ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ പക്ക നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. റേഡിയേറ്ററൊക്കെ ശ്രദ്ധിക്കാം, അതേപോലെ ലിഡ് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1966 മോഡൽ വില്ലീസാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ബോണറ്റാണ് വന്നേക്കണം. ഹൈ ബോണറ്റ് നിങ്ങൾ കാണാൻ പറ്റും. അതുകൂടാതെ ഹൈ സ്പീഡ് എഞ്ചിനാണ് വന്നേക്കണം. പിന്നെ 1650 ഇതിൻ്റെ CC വന്നേക്കണം. 1650 CC വില്ലീസാണ് ഈ കിടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനാണ് വണ്ടി പലക്കം വണ്ടിയല്ലേ. അപ്പോൾ വണ്ടിയുടെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റ് ശരിക്കും വേണമെങ്കിൽ ഈ വാഹനം ഇപ്പോൾ നമുക്ക് വിൻറ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റാവുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കുറച്ച് ചെറുതായിട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. സാധാരണ നമ്മൾ ജീപ്പൊക്കെ പരിചയപ്പെടുന്നതിനേക്കാളും വ്യത്യാസമായിരിക്കും റേറ്റും കാര്യങ്ങൾ വന്നേക്കണം. അപ്പോൾ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ 5.5 ലക്ഷം രൂപയാണ് ചോദിക്കണം. 5.50 lakhs. അത് നെഗോഷ്യബിൾ ആണെന്ന് വെച്ചാൽ ചെറിയ രീതിയൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഷോറൂമിൽ കിടക്കണം. വണ്ടി കിടക്കുന്ന നിലവിൽ ആലുവയിലാണ്. അപ്പോൾ വാഹനം ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വോയിസോ മെസ്സേജോ വെച്ചേക്കാം. വാട്സാപ്പിൽ റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.